കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്ന് തൃശൂർ റേഞ്ച് ഡിഐജി. അച്ചടക്ക നടപടി പുനഃപരിശോധിക്കണമെന്നും ഉത്തരമേഖല ഐജിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഡിഐജി ആവശ്യപ്പെട്ടു. കോടതി 4 പോലീസുകാരെ പ്രതി ചേർത്ത് കേസെടുത്ത പശ്ചാത്തലത്തിൽ കോടതിയുടെ വിചാരണ കണക്കിലെടുത്ത് ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നാണ് ശുപാർശ. ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ഒടുവിൽ നടപടികളിലേക്ക് നീങ്ങാൻ പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ് നിർബന്ധിതരായിരിക്കുകയാണ്. ഇപ്പോൾ നടപടികൾക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു. ഇതിൽ കേസിൽ പ്രതികളായ 4 പേരെയും സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശയാണ് ഇപ്പോൾ തൃശൂർ റേഞ്ച് ഡിഐജി ഹരിശങ്കർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ചുകൊണ്ട് ഉത്തരമേഖല ഐജിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരമൊരു നടപടികളിലേക്ക് നീങ്ങണമെന്നുള്ള ശുപാർശ നൽകിയിരിക്കുന്നത്. നേരത്തെ ഉണ്ടായ നടപടികൾ, സ്ഥലമാറ്റം അടക്കമുള്ള ഒരു ശിക്ഷാ നടപടികളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അത് പുനഃപരിശോധിച്ചുകൊണ്ട് ശിക്ഷ കൂടുതൽ കടുപ്പിക്കണം എന്ന രീതിയിൽ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതൊരു വലിയ വിവാദവും രാഷ്ട്രീയ വിവാദമായ സംഭവമായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എല്ലായിടത്തും തന്നെ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടികളിലേക്ക് നീങ്ങിയിരുന്നത്. 2023 ഏപ്രിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന VS സുജിത്തിനെയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അകാരണമായി മർദ്ദിക്കുകയടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. 4 പോലീസുകാരാണ് ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളാവുന്നത്. SI നുഹ്മാൻ, CPOമാരായ ശശിധരൻ, സന്ദീപ്, സജീവൻ എന്നിവർ ചേർന്നാണ് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പിന്നീട് നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി പുറത്തു വരികയും അതിനുശേഷമാണ് ഇപ്പോൾ ഈ നടപടികളിലേക്ക് അടക്കം നീങ്ങാനായിട്ട് ഒടുവിൽ നിവൃത്തിയില്ലാതെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നിർബന്ധിതരാകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ കടുത്ത നടപടികൾ വേണമെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം ആവശ്യപ്പെട്ടിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. കുന്നംകുളം പോലീസ് മർദ്ദനത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ എന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇനി നടപടിയില്ലെന്ന് സർക്കാർ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുമെന്നും VD സതീശൻ പറഞ്ഞു. പോലീസ് ഉപദ്രവിച്ചെന്ന് കൊല്ലം CPM ലോക്കൽ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കണ്ണനല്ലൂർ SHOക്കെതിരെ നെടുമ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറി സജീവാണ് പരാതി നൽകിയത്. മധ്യസ്ഥ ചർച്ചയ്ക്ക് എത്തിയപ്പോൾ ഉപദ്രവിച്ചു. ചാത്തന്നൂർ SPക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. പാർട്ടി വിരുദ്ധ പോസ്റ്റ് അല്ലെന്നും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് ഇതിന്റെ പേരിൽ നീക്കം ചെയ്താൽ കുഴപ്പമില്ലെന്നും സജീവ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. GST പരിഷ്കരണത്തെ വിമർശിച്ച് പോസ്റ്റിട്ട് കോൺഗ്രസ് നേതൃത്വം വെട്ടിലായ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയുടെ ചുമതലയിൽ നിന്ന് VT ബൽറാം ഒഴിഞ്ഞു. സംഭവത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. BD ബിഹാർ പോസ്റ്റിൽ ജാഗ്രത കുറവും അപാകതയും ഉണ്ടായി എന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിൽ ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീ VT ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത്. അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് തന്നെ അത് മാറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ വിങ് പുനഃസംഘടിപ്പിക്കാനും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. GST പരിഷ്കരണത്തെ വിമർശിച്ച് കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക X ഹാൻഡിലിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റാണ് വലിയ വിവാദമായത്. BDയുടെ GST കുറച്ചത് ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് എന്നർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റ്. ബീഹാറിനെ അപമാനിക്കുന്ന പോസ്റ്റാണ് ഇത് എന്നാരോപിച്ച് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ അടക്കം രംഗത്ത് വന്നു. പിന്നാലെ ഖേദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് രംഗത്തെത്തുകയായിരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകും. BDയെയും ബീഹാറിനെയും തുലനം ചെയ്തുകൊണ്ട് GST തീരുവയിൽ BDയുടെ വില കുറച്ചത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടാണെന്ന തരത്തിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ വിഭാഗം നടത്തിയ പോസ്റ്റർ പ്രചാരണത്തിനെതിരെ ഇന്ത്യ മുന്നണിയിലെ തന്നെ പ്രതിനിധികൾ വലിയ വിമർശനവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് KPCC നേതൃത്വം ഈ വിഷയത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടത്. തുടർന്നാണ് സോഷ്യൽ മീഡിയ വിഭാഗത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന VT ബൽറാം രാജ്യസന്നദ്ധ അറിയിച്ചുകൊണ്ട് മുമ്പോട്ട് വരികയും ചെയ്തത്. RJD നേതാവ് തേജസ്വി യാദവ് അടക്കം വിഷയത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് വെട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഈ പോസ്റ്റർ തയ്യാറാക്കിയവർക്കെതിരെ വിശദീകരണം ചോദിക്കുന്നതിനപ്പുറത്ത് നടപടിയിലേക്ക് കടക്കും എന്ന ഒരു മുന്നറിയിപ്പിലേക്ക് നേതൃത്വം എത്തുകയും ചെയ്തത്.
എന്തായാലും വിവാദങ്ങൾ ഇങ്ങനെ ചൂടുപിടിക്കുന്നതിനിടയിലാണ് സോഷ്യൽ മീഡിയ വിഭാഗത്തിൻ്റെ ചുമതല തന്നെ ഒടിയാൻ താൻ സന്നദ്ധനാണ് എന്ന കാര്യം VT ബൽറാം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ അറിയിച്ചത്. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം ഈ രാജിവെക്കുകയായിരുന്നു എന്ന അനൗദ്യോഗിക വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ശ്രാവൺ റാവു മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കഴിഞ്ഞയാഴ്ച നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അബിൻ വർക്കിക്ക് വേണ്ടി ഗ്രൂപ്പ് നിലപാട് ശക്തമാക്കിയതോടെയാണ് തർക്കം മുറുകിയത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് KM അഭിജിത്തിനെ പരിഗണിക്കണമെന്ന ആവശ്യത്തിൽ ഗ്രൂപ്പ് നേതാക്കളും ഉറച്ചു നിൽക്കുകയാണ്. കൊല്ലം ശാസ്താംകോട്ട മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലെ അത്തപ്പൂക്കളം ഇട്ടത് വിവാദത്തിൽ. പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതും കൊടിയും ചിഹ്നങ്ങളുമാണ് വിവാദമായത്. പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു. കലാപമുണ്ടാക്കാൻ വേണ്ടിയാണ് അത്തപ്പൂക്കളം ഇട്ടതെന്നാണ് FIR-ൽ. ക്ഷേത്ര പരിസരത്ത് കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും കെട്ടുന്നത് കോടതി നിരോധിച്ചിട്ടുണ്ട്. ഇതിന് വിപരീതമായി ക്ഷേത്ര കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ പ്രധാന വഴിയിൽ അത്തപ്പൂക്കളം ഇട്ടെന്നാണ് FIR-ൽ പറയുന്നത്. ക്ഷേത്രത്തിൽ നിന്നും 50 മീറ്റർ ദൂരെ മാറി ഉള്ള ഭാഗത്ത് ഛത്രപതി ശിവജിയുടെ ചിത്രം വച്ചതും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലെ പകയുണ്ടാക്കാനെന്നാണ് ആരോപണം. RSSന്റെ കൊടിയെന്ന് സൂചിപ്പിക്കുന്ന വിധം പൂക്കൾ കൊണ്ട് കൊടിയുണ്ടാക്കിയെന്നും FIR-ലുണ്ട്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയുന്നുമില്ല. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് മായ്ക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടതെന്നാണ് RSS പറയുന്നത്. കൊല്ലം ശാസ്താംകോട്ട മുതുപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലാണ് സംഭവം. ക്ഷേത്രത്തിന്റെ മുന്നിലെ വഴിയിൽ പ്രദേശത്തെ യുവാക്കളാണ് പൂക്കളമിട്ടത്. പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയിരുന്നു. അതിനാൽ പൂക്കളം നീക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. മാറ്റിയില്ലെങ്കിൽ കേസെടുക്കുമെന്ന് പോലീസ് യുവാക്കളെ ഭീഷണിപ്പെടുത്തി. CPM-ഉം കോൺഗ്രസും അംഗങ്ങളായ ക്ഷേത്ര കമ്മിറ്റിയാണ് ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളത്തിനെതിരെ പരാതി നൽകിയത്. ശാസ്താംകോട്ട സ്വദേശിയും മുൻ സൈനികനുമായ ശരത്തിനെ 1-ാം പ്രതിയും നിലവിലെ സൈനിക സേവനം അനുഷ്ഠിക്കുന്ന അശോകനെ 2-ാം പ്രതിയുമാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് ഇടപെടലിനെ ന്യായീകരിച്ച് CPM-ഉം എതിർത്ത് ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തി. അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എഴുതി വെച്ചതാണ് അവർക്ക് വലിയ പ്രകോപനമായത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രകോപനം ഉണ്ടാകുന്ന തരത്തിലുള്ള കുറെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ വിജയം, ഈ രാജ്യത്തിന്റെ നേട്ടം, അഭിമാനം, അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദഹിക്കാത്ത കാര്യമാണ്. അവരെല്ലാ കാലത്തും ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ നിന്ന ഒരു പാരമ്പര്യമാണുള്ളത്. ഇപ്പൊ പഹൽഗാമിലെ ആക്രമണമൊക്കെ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ബലാക്കോട്ടിലെ ഭാരതത്തിന്റെ തിരിച്ചടി ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമ്പോൾ ഒക്കെ ഭാരതത്തിന്റെ അഭിമാനകരമായ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും വൈദേശിക രാജ്യങ്ങളുടെ അതേ ശബ്ദത്തിൽ അല്ലെങ്കിൽ അവരുടെ നാവായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എടുത്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ പൊതു മാതൃകയായി, മുദ്രയായി എല്ലാവരുടെയും ഐക്യം ഉണ്ടാക്കാൻ ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ക്ഷേത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ഷേത്രം അനാഥമല്ലല്ലോ, അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. അവിടുത്തെ ചടങ്ങിന്റെ ഭാഗമായിട്ട് കാര്യമല്ല. കുറെ പേര് അനധികൃതമായിട്ട് അവരുടേതായ നിലയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതിനോട് അവിടെ തന്നെ വിയോജിപ്പുണ്ടാവുന്നു. നിയമപരമായി അക്കാര്യങ്ങളിൽ അധികാരത്തിൽ ചുമതലയുള്ളവർ അത് അനധികൃതമായി ചെയ്ത കാര്യങ്ങൾ അനധികൃതമാണ് എന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു. ഹൈക്കോടതിയും കൃത്യമായ അക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആചാരപരമായ കാര്യങ്ങളാണ് അമ്പലത്തിൽ നടക്കേണ്ടത്. ഇത് ആചാരപരമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അമ്പലത്തിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയതിൽ തങ്ങൾ എതിരല്ലെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ ക്ഷേത്ര പരിസരത്ത് ഉപയോഗിക്കുന്നതിലെ കോടതി വിലക്ക് അവഗണിച്ചതിനാലാണ് പരാതി നൽകിയതെന്നുമാണ് ക്ഷേത്ര ഭരണസമിതിയുടെ വിശദീകരണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തുമെന്ന് BJP നേതൃത്വം അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. ഇന്ത്യയോടും നരേന്ദ്രമോദിയോടുമുള്ള നിലപാടിൽ ടേൺ അടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ച ട്രംപ് ഇന്ന് നരേന്ദ്രമോദി മഹാനായ നേതാവും നല്ല സുഹൃത്തുമാണെന്ന് പറഞ്ഞത് മഞ്ഞുരുകലിന്റെ സൂചനയായാണ് വിലയിരുത്തുന്നത്. ട്രംപിന്റെ വാക്കുകളെ സ്വാഗതം ചെയ്ത മോദി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഊഷ്മള ബന്ധമുണ്ടെന്ന മറുപടിയും നൽകി. അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു.
ഇന്ത്യ ചൈന റഷ്യ ചർച്ചകളെ രൂക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ട്രംപാണ് ഇന്ന് നിലപാട് മാറ്റിയത്. ഇന്ത്യയും റഷ്യയും കൂടുതൽ ഇരുണ്ട ചൈനയിലേക്ക് പോയെന്ന് വിമർശിച്ച ട്രംപിന്റെ വാക്കുകൾ വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായെന്ന വിലയിരുത്തലിലേക്കാണ് എത്തിച്ചത്. ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയിൽ 3 രാജ്യങ്ങളുടെയും നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. ഇന്ത്യ ചൈനയുടെ പക്ഷത്തേക്ക് പോയിട്ടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാനായ നേതാവും നല്ല സുഹൃത്തുമാണെന്നും ട്രംപ് ഇന്ന് യു ടേൺ അടിച്ചു. ഇന്ത്യയുമായി നല്ല ബന്ധമാണ്, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ മാത്രമാണ് എതിർപ്പെന്നും ട്രംപ് പറഞ്ഞു. I don't think we have. I've been very disappointed that India would be buying so much oil, as you know, from Russia, and I let them know that. We put a very big tariff on India, 50% tariff, very high tariff. I get along very well with Modi, as you know. He's great. He was here a couple of months ago. I always will. I'll always be friends with Modi. He's great. Prime Minister. He's great. I'll always be friends, but I just don't like what he's doing at this particular moment. But India and the United States have a special relationship. There's nothing to worry about. We just have moments on occasion. ഈ വാക്കുകളെ ആഴത്തിൽ അഭിനന്ദിക്കുന്നുവെന്ന മറുപടി നൽകിയ മോദി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഊഷ്മള ബന്ധമുണ്ടെന്നും പറഞ്ഞു. തുടർച്ചയായി ട്രംപ് പ്രകോപിപ്പിച്ചിട്ടും ആ വലയിൽ വീഴാതെ നയതന്ത്രജ്ഞത കാട്ടിയ മോദി ട്രംപിന്റെ അഭിനന്ദനത്തോട് കാട്ടിയ സമീപനവും ശ്രദ്ധേയമായി. വഷളായ ബന്ധത്തിന്റെ മഞ്ഞുരുക്കലെന്ന വിലയിരുത്തലായി. ട്രംപ് അയയെന്ന സൂചനകൾ വരുന്നുണ്ടെങ്കിലും മറിച്ചാണ് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുടെ വാക്കുകൾ. പകരച്ചുങ്കം 50% തന്നെയായി തുടരുമെന്നും 2 മാസത്തിനുള്ളിൽ ഇന്ത്യ ക്ഷമ പറയുമെന്നും വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് വീമ്പടിച്ചു. വാഷിംഗ്ടൺ എപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്നും റഷ്യൻ എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചത് ഇന്ത്യയെ തെറ്റാണെന്നും ലുട്നിക് പറഞ്ഞു. 1-2 മാസത്തിനുള്ളിൽ ഇന്ത്യ ചർച്ചയ്ക്കെത്തുമെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ ലുട്നിക് ലോകത്തിന്റെ ഉപഭോക്താവ് തങ്ങളാണെന്നും കടന്നു പറഞ്ഞു. ഇതിനിടെ അമേരിക്കൻ സന്ദർശനം മോദി റദ്ദാക്കി എന്ന തീരുമാനവും പുറത്തുവന്നു. UN പൊതുസഭാ സംവാദത്തിൽ പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ഡൊണാൾഡ് ട്രംപും അഭിസംബോധന നടത്തുന്ന പരിപാടിക്കിടെ മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്കും പദ്ധതി ഉണ്ടായിരുന്നു. അതേസമയം ക്വാഡ് ഉച്ചകോടിക്കായി ട്രംപ് ഇന്ത്യയിലേക്ക് എത്തില്ലെന്നും സൂചനയുണ്ട്. അതായത് പരസ്പര കൂടിക്കാഴ്ചകൾക്കുള്ള അവസരങ്ങളായി ഈ 2 സന്ദർശനങ്ങളും വിലയിരുത്തപ്പെട്ടിരുന്നു. ഇതിനിടെ ബ്രിക്സ് ഉച്ചകോടി അടക്കമുള്ള പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം മോദി റദ്ദാക്കിയതായും സൂചനകളുണ്ട്. ട്രംപിനെ പരമാവധി പ്രകോപിതനാക്കാതിരിക്കാനും അനുരഞ്ജന വഴികൾ തെളിഞ്ഞാൽ അത് പ്രയോജനപ്പെടുത്താനുമാണ് ഇന്ത്യൻ നീക്കമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അയ്യപ്പ സംഗമത്തിൽ CPM BJP കൂട്ടുകെട്ട് സംശയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വർഗീയ ശക്തികൾക്ക് സർക്കാർ ഇടം കൊടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണോ അയ്യപ്പ സ്നേഹം വന്നത് എന്നാണ് ചോദ്യം. സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സമിതി ഇപ്പോഴുമുണ്ട്. അവരുടെ നിലപാട് മാറിയിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. വർഗീയവാദികൾക്കും വർഗീയ സംഘടനകൾക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നേരത്തെ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു BJP CPM നെക്സസ് ആണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഞങ്ങളതിനെ നേരിടാം. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം പിൻവലിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. അയ്യപ്പ സംഗമം പിണറായി വിജയൻ കൊണ്ടുവരുന്നു എന്നതുകൊണ്ട് കുറ്റം പറയേണ്ടതില്ല. BJP ബദൽ അയ്യപ്പ സംഗമം നടത്തുന്നുവെങ്കിൽ അത് ശരിയല്ല. അയ്യപ്പ സംഗമത്തെ എല്ലാവരും മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കൊച്ചിയിൽ വീണ്ടും വൻ സൈബർ തട്ടിപ്പ്. മട്ടാഞ്ചേരിയിൽ വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ വീട്ടമ്മയിൽ നിന്ന് 2,88 ലക്ഷം രൂപയാണ് തട്ടിയത്. ജെറ്റ് എയർവേസ് കുംഭകോണത്തിലെ 2 കോടി രൂപ വീട്ടമ്മയുടെ അക്കൗണ്ടിലെത്തിയെന്നും 25 ലക്ഷം കമ്മീഷനായി ലഭിച്ചത് കള്ളപ്പണമാണെന്ന് പറഞ്ഞായിരുന്നു ഭീഷണി. പണം കൈമാറിയപ്പോൾ കേസിൽ നിന്ന് ഒഴിവാക്കിയെന്ന സന്ദേശവും എത്തി. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാനെത്തിയപ്പോഴാണ് തട്ടിപ്പ് വ്യക്തമായത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, നിരന്തരം ഇത്തരം വാർത്തകളൊക്കെ വരുന്നെങ്കിലും ഇപ്പോഴും ഈ തട്ടിപ്പിൽപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവരെ എങ്ങനെയാണ് പറ്റിച്ചത്? ഇപ്പോൾ ഏത് തരത്തിലാണ് അന്വേഷണം നടക്കുന്നത്? മട്ടാഞ്ചേരിയിലെ ഒരു വീട്ടമ്മയാണ് ഇക്കുറി വെർച്വൽ അറസ്റ്റിന് ഇരയാകുകയും അവരിൽ നിന്ന് 2,88 ലക്ഷം രൂപ നഷ്ടപ്പെടുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇവർക്ക് ടെലിഫോൺ വരികയും അതോടൊപ്പം തന്നെ ഇതിൽ നേരത്തെ പല രീതിയിലുമുണ്ടായിരുന്ന വെർച്വൽ രീതിയിലുള്ള വിചാരണ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഇവരോട് പറഞ്ഞത്
ഈ മുംബൈയിൽ രജിസ്റ്റർ ചെയ്ത തിലക് പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇവർ പ്രതിയാണ്. ഇതിൽ ജെറ്റ് എയർവേസുമായി ബന്ധപ്പെട്ട കുംഭകോണത്തിൽ ഇവർക്ക് 2 കോടിയിലധികം രൂപ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഇതിൽ 25 ലക്ഷം രൂപ കള്ളപ്പണമാണെന്നുമാണ് പറഞ്ഞിരുന്നത്. ഇതിൽ നിന്ന് നഷ്ടപരിഹാരമായി ഇവരിൽ നിന്ന് തുക ഈടാക്കുകയാണ്. ഇവർ ആവശ്യപ്പെട്ട തുക ഇവരുടെ ആപ്പ് വഴി അവർക്ക് അയക്കാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഇവർ ഈ രീതിയിൽ തന്നെ ഇവർക്ക് പണം കൈമാറി. അതിനുശേഷം ഇതിൻ്റെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അതിനുവേണ്ടി ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ ചെന്ന് ഈ വിവരങ്ങൾ പറയുമ്പോൾ ഇതിൽ നിങ്ങൾ ഒഴിവാക്കി തന്നിട്ടുള്ള വിടുതൽ തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് അവർ വിശ്വസിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. പക്ഷേ അപ്പോൾ അവിടെയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായില്ല. വീണ്ടും വരാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഇന്ന് ഹാജരായാണ് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ എത്തിയപ്പോൾ പ്രാഥമികമായി അവർക്ക് മനസ്സിലായി ഇത് തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടു എന്ന് മനസ്സിലായി. പോലീസുകാർ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം അവരോട് പറഞ്ഞു, നിങ്ങളിതിന് തട്ടിപ്പിനിരയായിരിക്കുകയാണെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. എങ്കിലും ഇന്ന് അത് ഒന്നുകൂടി അവരോട് സ്റ്റേഷനിലേക്ക് വരാനും ഇതിൽ പരാതി നടപടികളുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാനും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എത്തിച്ചേരുകയും ചെയ്തത്. ഇന്നിവരിപ്പോൾ രേഖാമൂലം പരാതിപ്പെട്ടിരിക്കുന്നു. ഇതിൽ ആരാണ് എന്താണ് ചെയ്തതെന്നത് സംബന്ധിച്ചെല്ലാം തന്നെ പോലീസ് സൈബർ വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ രീതിയിലുള്ള ഒരു തട്ടിപ്പിനെല്ലാം തന്നെ ഇരയാകുന്നത്. വീണ്ടും ഇത്തരം തട്ടിപ്പുകാർ തലപൊക്കുന്നത്. കഴിഞ്ഞയിടെ ഉണ്ടായിരുന്ന സൈബർ തട്ടിപ്പ് കേസുകൾ പല അറസ്റ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ചില രീതിയിലുള്ള ബോധവൽക്കരണ നടപടികളും കാര്യങ്ങളും ഉണ്ടായി. ഇതിനൊരു കുറവ് വന്നെങ്കിലും വീണ്ടും ആ രീതിയിലുള്ള തട്ടിപ്പിലേക്ക് ചെല്ലുകയാണ്. അതേസമയം ഇത്രയും മാത്രം പണം എങ്ങനെ കൈമാറി, എന്തായിരുന്നു അതിൻ്റെ ഉറവിടം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും മട്ടാഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവർ ഈ മട്ടാഞ്ചേരി സ്വദേശികളാണ്. അവർ കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ അവർ പങ്കുവയ്ക്കാനും ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തത്. ഡാനി പോൾ നൽകിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇതോടെ ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇനി കാണാം ഓണം പ്രത്യേക പരിപാടി സംഗീതമേ ജീവിതം.